ഒരിടവേളയ്ക്ക് ശേഷം CPM-ൽ വീണ്ടും റിസോർട്ട് വിവാദം പുകയുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. EP ജയരാജനെ വിടാൻ P ജയരാജൻ തയ്യാറല്ല. P ജയരാജന്റെ മനസ്സിലെ പക അത്രത്തോളമുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ വെട്ടിനിരത്തിയ ഒരാളെയും വെറുതെ വിടില്ല എന്ന ശപഥത്തിലാണ് P ജയരാജൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. P ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റാൻ EP ജയരാജൻ അടക്കമുള്ളവർ ചരട് വലിച്ചിട്ടുണ്ടെന്നാണ് P ജയരാജനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അടിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം നല്ല പോലെ അടിക്കാൻ തന്നെയാണ് P ജയരാജന്റെയും ജയരാജൻ അനുകൂലികളുടെയും തീരുമാനം. EP ജയരാജന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ വലിയ വിമർശനമുയർത്തിയ വ്യക്തിയാണ് P ജയരാജൻ. സംസ്ഥാന സമിതി യോഗത്തിൽ മാത്രമല്ല, P ജയരാജന്റെ അനുയായികൾ വലിയ തരത്തിലുണ്ട് കണ്ണൂർ ജില്ലയിൽ. PJ ആർമി എന്ന് പേര് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഇവർ സജീവമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ P ജയരാജനെ അനുകൂലിച്ചും EP ജയരാജനെ എതിർത്തും P ജയരാജന്റെ ലളിത ജീവിതം ചൂണ്ടിക്കാണിച്ചും വലിയ തരത്തിൽ പോസ്റ്റുകൾ പ്രചരിച്ചിരുന്നു. P ജയരാജന്റെ അണികൾക്കിടയിലുള്ള സ്വാധീനം പാർട്ടി നേതൃത്വത്തെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ P ജയരാജനെ പോലെയുള്ള ആളുകൾക്ക് ബിംബാരാധന പാടില്ലെന്ന കർശന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നൽകുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്ന് P ജയരാജന് EP ജയരാജനെയും സംസ്ഥാനത്തെ പ്രമുഖ CPM നേതാക്കളെയും അടിക്കാനുള്ള വടിയായി റിസോർട്ട് വിവാദം ലഭിക്കുന്നത്. ഒരു ദയാദാക്ഷിണ്യവും P ജയരാജൻ കാണിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇക്കാര്യം പാർട്ടി ഫോറത്തിൽ കൃത്യമായി ഉന്നയിക്കുകയും ചെയ്തു. EP ജയരാജനെതിരെ ഉയർന്ന ആരോപണം വലിയ കൊടുങ്കാറ്റാണ് പാർട്ടിക്കകത്തും കണ്ണൂർ ജില്ലയിലും ഉണ്ടാക്കിയത്. പല രൂപത്തിൽ ആ വിഷയം അന്ന് ചർച്ചയായിരുന്നു. നിലവിലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റിസോർട്ട് വിവാദം ചർച്ചയാക്കാൻ ഒരു വിഭാഗം CPM നേതാക്കൾ കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനുശേഷം ഈ വിഷയത്തിൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് P ജയരാജൻ വീണ്ടും വിവാദം കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ ഉന്നയിച്ചത്. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ അല്ലെങ്കിൽ താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ എന്തു നടപടി സ്വീകരിച്ചു എന്നാണ് P ജയരാജൻ കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ ചോദിച്ചത്. സംസ്ഥാന സമിതി യോഗത്തിൽ MV ഗോവിന്ദന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മുഖത്ത് നോക്കി P ജയരാജൻ ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന മറുപടി മാത്രമാണ് MV ഗോവിന്ദൻ നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും റിസോർട്ട് വിവാദം ഒരു അടങ്ങിയ അധ്യായമല്ല, താൻ ഇതിന്റെ പുറകിൽ തന്നെയുണ്ട് എന്ന കൃത്യമായ സന്ദേശമാണ് P ജയരാജൻ പാർട്ടിക്കകത്തെ തന്റെ ശത്രുക്കൾക്ക് നൽകുന്നത്. അടിക്കാൻ കിട്ടുന്ന ഒരു അവസരവും താൻ പാഴാക്കില്ലെന്ന കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ അകത്തെ ചാണക്യനായ P ജയരാജൻ പാർട്ടി നേതൃത്വത്തെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയം ഇതോടുകൂടിയൊന്നും അവസാനിക്കില്ല. തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും വലിയ ജനസ്വാധീനമാണ് P ജയരാജന് അണികൾക്കിടയിലുള്ളത്. ആ സ്വാധീനം എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അത് പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം പാർട്ടി പ്രവർത്തകരുടെ ഏതാവശ്യങ്ങൾക്കും എപ്പോഴും ഓടിയെത്തുന്ന തങ്ങളുടെ PJയെ മറക്കാൻ അത്ര പെട്ടെന്നൊന്നും അണികൾ തയ്യാറാവില്ല. ഇത് തന്നെയാണ് CPM നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യവും. P ജയരാജൻ പാർട്ടിക്കുമേതെ വളർന്നെന്ന ചിന്തയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് P ജയരാജനെ മൂലക്കിരുത്തിയതും. പക്ഷേ വിടാൻ ജയരാജൻ തയ്യാറല്ല. മൂർഖൻ പാമ്പിന്റെ പകയോടുകൂടി തനിക്കെതിരെ കരുക്കൾ നീക്കിയ ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് ജയരാജന്റെ ആവശ്യം. P ജയരാജൻ ഈ ആവശ്യം ഒരിക്കൽ പോലും പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം. അദ്ദേഹം റിസോർട്ട് ആരോപണം, EP ജയരാജന്റെ വിവാദ റിസോർട്ട് ആരോപണം എടുത്തിട്ട് അലക്കുകയാണ്. ഇപ്പോൾ പാർട്ടിക്കകത്ത് ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. EP ജയരാജനെതിരെ നടപടിയെടുക്കാതെ താൻ പുറകോട്ടില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ P ജയരാജൻ ഉയർത്തിയത്. എന്തായാലും കണ്ണൂരിലെ പാർട്ടിക്കുള്ളിലെ പോര് വരും ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചൂടുപിടിച്ച ചർച്ചകൾക്ക് കാരണമാകും. ഈ വിഷയത്തിൽ ഇനി പാർട്ടി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.